RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന 2026 വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞു. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടും എന്താ പറയാ, 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സികളും കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യെസ്. ഏഹ് ഒരേ സംസാരങ്ങളാണ്. ഇനിയും ഇതൊന്നും വിട്ടിട്ടില്ല പല ആൾക്കാരും. എന്താ കാരണം എന്ന് പറഞ്ഞാല്, വേൾഡ് കപ്പ് കഴിഞ്ഞു, നല്ലൊരു ഫുട്ബോൾ മാച്ച്, ഒരു വലിയൊരു ടൂർണമെന്റ് അവസാനിച്ചു. സ്പെയിന് അവരുടെ രണ്ടാമത്തെ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ട് അവർ ആണ്. നാട്ടിലേക്ക് മടങ്ങി. അവിടുത്തെ സെലിബ്രേഷൻ അവസാനിച്ചു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സെലിബ്രേഷനും കാര്യങ്ങളും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫാൻ ഫൈറ്റുകൾ ഇപ്പോഴും പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺട്രവേഴ്സികൾ ഇപ്പോഴും അതെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാൻ ഫൈറ്റുകൾ നടക്കാന്ന് പറഞ്ഞാല് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഈ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ ഈ 3 ഫാൻസിനോടാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല്, അർജന്റീനയ്ക്ക് ഈ ഒരു വേൾഡ് കപ്പ് കിട്ടാത്ത ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, അതിന്റെ ഒരു ഇത്. പക്ഷെ ബ്രസീല് മറ്റൊരു ഭാഗത്ത് ആണ്. നിൽക്കുകയെന്ന് പറഞ്ഞാൽ അവർ 2002 ശേഷം അവർക്ക് ഒരു വേൾഡ് കപ്പ് സെമിയിൽ എത്തിയത് നമുക്കറിയാം, ചരിത്രം എന്താണ്. ആ ഒരു സെമിയിൽ എത്തിയിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം അവരുടെ കളിയുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, അവർക്ക് വിജയിക്കാൻ പറ്റാത്ത ആ ഒരു, പിന്നെ ഇതുവരെ വേൾഡ് കപ്പ് കിട്ടാത്ത പോർച്ചുഗലിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാൻസ്. അങ്ങനെ ജയിച്ചതാണെങ്കിലോ സ്പെയിന്, അവര് നാട്ടിലേക്ക് മടങ്ങി. ആകെ നാട്ടിൽ നമ്മളിപ്പോ ഒരു 50 ആളോ 100 ആളോ എടുക്കണമെങ്കിൽ അതിൽ 3-4 പേരായിരിക്കും സ്പെയിന്റെ ആരാധകരുണ്ടാവുക. അപ്പൊ അവർക്ക് ആണ്. ഇതിൽ ഇപ്പൊ സംസാരിക്കുന്നതിലൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഇങ്ങനെ കോൺട്രവേഴ്സിയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞ് ഞാന് കുറെ വീഡിയോ ട്രോളുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് വീഡിയോക്ക് പോലും റിയാക്ട് ചെയ്തില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഈ ഇത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ, അല്ലാണ്ട് കുറയൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇത് ഒരു ഫുട്ബോൾ മത്സരമാണ്. നമ്മളൊക്കെ ഒരു എന്താ പറയാ, സൗഹൃദത്തിന്റെ ഒക്കെ ഒരു യെസ്. കൂട്ടായ്മ പോലെ ഇരിക്കുന്ന ഒരു മത്സരം. പക്ഷെ ഇത് ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്നതോടുകൂടി നമ്മളിപ്പോ വർഷങ്ങളായിട്ട് എന്താണ് ലാ ലീഗും ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും എല്ലാം കാണുന്നതാണ്. അപ്പൊ ഇതില് കുറെ പേരുണ്ട്, അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കറിയാം എന്താണ് ഫുട്ബോൾ, എങ്ങനെയൊക്കെ. ഇപ്പൊ സീസണിലായിട്ട് ഇപ്പൊ ഈ വേൾഡ് കപ്പിന് മാത്രമായിട്ട് വരും, അതിന് കുറെ സംസാരങ്ങൾ വരും, കുറെ ആണ്. ചിലപ്പോ റൂളുകളും കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് വരെ അറിയില്ല. പക്ഷെ അവർക്ക് ഒരു അർജന്റീന, ഒരു ബ്രസീൽ, ഒരു പോർച്ചുഗൽ. അത് ഏതെങ്കിലും ഒന്ന് അപ്പോ തോന്നിച്ചാൽ മതി. അതെ, അങ്ങനെ ഉണ്ടായിട്ട് ഈ സൗഹൃദങ്ങളിൽ ഇപ്പൊ നാട്ടില് മലപ്പുറത്തൊരു മരണം വരെ സംഭവിച്ചതാണ് ഇതിന്റെ ഇടയിൽ. അതിന്റെ ഇടയിൽ ഒരുപാട് അടിപിടികൾ, ബെറ്റുകൾ, ആണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ കളിയായിട്ട് വിടും. അതിന്റെ ഇടയിൽ രാഷ്ട്രീയം കലത്തില് ഒരു ടീമിനെ താഴ്ത്തിക്കെട്ടല്, ഒരു ടീമിനെ പൊക്കി അടിക്കല്, അങ്ങനെ പല പല, അതേപോലെ പിന്നെ ഓരോ മാച്ച് പ്ലേയേഴ്സിനെ ഫിക്സിംഗ് എന്ന് പറയുന്നത് ഓരോ പ്ലേയേഴ്സിനെ വന്നിട്ട് അതിനെ ഇപ്പൊ നെയ്മറുടെ ഇതെടുത്തിട്ട് പോകുന്നത്, അതേപോലെ മെസ്സി ഇന്നലെ മരിച്ചു എന്നിട്ട് അത് ചെയ്യുന്നത്, അതേപോലെ റൊണാൾഡോനെ ചെയ്യുന്നത്. ഇവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത്, നമ്മളുടെ നിലവാരം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ യെസ്. ഈ 18-19 വയസ്സുകളിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അതേപോലെ തന്നെ ഈ 39-40 വയസ്സുകളിൽ നമ്മൾ എന്താണ് ചെയ്ത് കഴിഞ്ഞതെന്ന് ഒന്ന് ചിന്തിക്കുക. ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഉണ്ടാവും. ഫാൻ ഫൈറ്റ് ഒക്കെ വേണം, അത് നല്ല രീതിക്കുള്ള സൗഹൃദപരമായിട്ടും അതേപോലെ തന്നെ ഫുട്ബോളിനെ ഒരു ഗെയിമായിട്ടും കണ്ടിട്ട് നല്ല രീതിക്ക് വേണം. ഇതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാം. കുറെ കണ്ടൻസേഴ്സ് ഇതിന്റെ ശരിക്കും യൂസ് ചെയ്യും. എന്താ പറഞ്ഞാൽ അവർക്ക് ആണ്. ഇപ്പൊ വ്യൂസ് വേണം, കാശ് വേണം. അർജന്റീന പോലെ ഒരു ടീമിനെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. എന്താ പറഞ്ഞാൽ ബ്രസീൽ, പോർച്ചുഗൽ, മറ്റുള്ള ടീമുകളുടെ എല്ലാവരുടെയും അവർക്ക് സപ്പോർട്ട് കിട്ടും. ആണ് അങ്ങനെ മെയിൻ. കുറെ ഇത് നടക്കുന്നത്. അതിനെതിരെ അർജന്റീന ഫാൻസിന്റെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് കുറെ ആൾക്കാരൊക്കെ മെസ്സേജ് ചോദിക്കുന്നത്, എന്താണ് ഫൈനൽ സെഷൻ വീഡിയോ ഒന്നും കണ്ടില്ല. ഞാനൊരു വീഡിയോ ഇട്ടുള്ളൂ, ഞാൻ റീൽസ് ഒന്നും ചെയ്യാൻ നിന്നില്ല. എന്താ പറഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വെറുതെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാനത് കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങോട്ട് 2 ദിവസമായിട്ട് അങ്ങോട്ട് സൈലന്റ് വിട്ടു. പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ അത് എന്തായാലും കുഴപ്പമില്ല. നമ്മൾക്കിപ്പോ വേൾഡ് കപ്പിന്റെ വാർത്തകളിലേക്ക് കടക്കാം. വേൾഡ് കപ്പിന്റെ വാർത്തകളിലേക്ക്. വേൾഡ് കപ്പിന് ആദ്യമേ തുടങ്ങുമ്പോ ഏതായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള മത്സരം? ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ, ഒരു മത്സരം അങ്ങനെ പറയാൻ പറ്റില്ല. കുറെ മത്സരങ്ങൾ വേസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു വേൾഡ് കപ്പില്. അതില് ഒരു ഇപ്പൊ കളി ഇപ്പൊ ചിലവര് പറയും അർജന്റീനയും സ്പെയിനായിട്ടുള്ള ഫൈനലാന്ന് പറയും. ചിലപ്പോ അത് ശരിക്കും എന്താ പറഞ്ഞാൽ, സ്പെയിൻ അടിപൊളിയായി കളിച്ചു, അർജന്റീന അടിപൊളിയായി ഡിഫൻസ് ചെയ്തു, അർജന്റീന അറ്റാക്ക് ചെയ്യാൻ മറന്നു, അറ്റാക്ക് ചെയ്യാൻ വിട്ടില്ല എന്ന് തന്നെ പറയാം സ്പെയിൻ, അങ്ങനെ ഒരു ഇതിൽ പറയാം. ആണ്. പക്ഷെ ഇതിനേക്കാളും മോശമായിട്ടുള്ള പോർച്ചുഗൽ സ്പെയിനായിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു. അതില് ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ പോർച്ചുഗൽ ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷെ അവർ ഓൺ ടാർഗറ്റ് ഒക്കെ 1-2 അറ്റംപ്റ്റ് ചെയ്തിട്ട് കുറച്ച് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ആണ്. ചെയ്തിട്ടുണ്ടായിരുന്നു. അർജന്റീനയെ പോലെ മോശമായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ബ്രസീലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബ്രസീലും അവസാനം തോറ്റു പരാജയപ്പെട്ടത് അവസാന മത്സരം അറിയാലോ. അവരും അതേപോലത്തെ ഒരു കളി, പഴയ ഒരു ബ്രസീലിന്റെ ഒരു കളി എടുത്തിട്ടില്ല. അങ്ങനെ അങ്ങനെ കുറെ മത്സരങ്ങളുണ്ട്. എന്തായാലും മോശമായിട്ട് തോന്നുന്നത് കാനഡയും ഖത്തറായിട്ട്. കാനഡ 6 ഗോളിന് ഖത്തറിനെ പരാജയപ്പെടുന്ന ഒരു മത്സരമുണ്ട്. ഖത്തർ ഈ കളിയിൽ ചിത്രത്തിലുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വമ്പൻ അറ്റാക്കുകളായിട്ട് കാനഡ വിജയിച്ചു. അപ്പൊ കാനഡയ്ക്ക് ഹോസ്റ്റ് കൺട്രിയുടെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഖത്തറിനെ പോലെ രാജ്യം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആണ്. ഹോസ്റ്റ് ചെയ്തു. പിന്നെ ഈ വേൾഡ് കപ്പിൽ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു വിചാരിച്ചു. പക്ഷെ അത് തീരെ നിറമങ്ങിയ ഒരു മത്സരങ്ങളിൽ ഒന്നാണ് എനിക്ക് ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നിനക്ക് ഏതാണ് ഈ ഒരു എനിക്ക് വേൾഡ് കപ്പിൽ ഏറ്റവും മോശമായിട്ട് തോന്നുന്നത്? എനിക്ക് മോശമായിട്ട് തോന്നിയ മത്സരം എന്താന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ മൊത്തത്തിൽ ഡോമിനേഷൻ ആയിരുന്നു. അത് ഏതാ മത്സരം വെച്ചാൽ ജർമ്മനി വേഴ്സസ് കുർസമാണ്. അതില് 7-1 ആ ആ ചെറിയൊരു കുഞ്ഞൻ രാജ്യത്തെ അതിന് ജർമ്മനി പഞ്ഞിക്കിടുന്നു. എന്നിട്ട് ജർമ്മനിയുടെ അവസ്ഥ എന്തായെന്ന് പറഞ്ഞാൽ, ജർമ്മനി വേൾഡ് കപ്പ് അടുത്ത റൗണ്ടിൽ പുറത്താവുക ചെയ്തത്. അപ്പോൾ ജർമ്മനിയുടെ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പണ്ടത്തെ പ്രതാപത്തിലേക്ക് എത്തിയിട്ടുള്ള ഈ ജർമ്മൻ ഫാൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്രാവശ്യം ടീമൊക്കെ ഉണ്ട്, എല്ലാം കപ്പടിക്കുന്നു ഉണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ
ഒന്നും നടന്നില്ല. അവർക്ക് വീണ്ടും സമനിലകളും തോൽവിയൊക്കെ ആയിട്ട് പുറത്ത് പോകേണ്ടി വന്നു. Yes. അപ്പോ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാഗ്വയോടാണ് പരാജയപ്പെട്ടത്. Yes, Paraguay. പരാഗ്വ അമ്മാതിരി ഡിഫൻസ് ആയിരുന്നു കളിച്ചത്. ആ ഡിഫൻസ് മറികടക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയത്. ഫ്രാൻസിനെതിരെയും പരാഗ്വ അത്രമാത്രം കളി ഫ്രാൻസിനെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ ഗോള്, അതും പെനാൾട്ടിയിലൂടെ അതെ. മാത്രം. അത് നല്ലൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അടിപൊളി മത്സരം നിന്റെ ഒരു ഇതിൽ ഏറ്റവും അടിപൊളി മത്സരം എന്ന് വെച്ചാൽ 3 ഉണ്ട്. ആദ്യം തേർഡ് പ്ലേസ് നടന്ന മത്സരം 6-4 6-4 ഇംഗ്ലണ്ട് വേഴ്സസ് പക്ഷെ എനിക്ക് അത് വലിയ ഇഷ്ടപ്പെടുന്നില്ല. എന്താ വെച്ചാൽ ഗോളുകൾ കാണാൻ ഭയങ്കര ഗോളുകളാണ് പ്രശ്നമുണ്ടായത്. പക്ഷെ എനിക്കത് ഭയങ്കര പിന്നെ- എന്തോ ഒരു കളി രസമില്ല. എന്താ പറഞ്ഞാൽ ആദ്യ ഹാഫിൽ 4 ഗോളിന് മുന്നിൽ പോവാ, പിന്നെ ഫ്രാൻസ് തിരിച്ചു വരാൻ നോക്കുക, പിന്നെ ഇംഗ്ലണ്ട് അടിക്കുക. അങ്ങനെ എന്താ പറയാ ഒരു 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 ഏരിയയിൽ മാത്രം കളി ഒതുങ്ങി നിൽക്കുന്നതും, ഒരു ടീം ആ സമയത്ത് റെസ്റ്റ് എടുക്കുന്നതും മറ്റേ ടീം കളിക്കുന്നതും, അങ്ങനെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള ആ ഒരു കളി പോലെ ഉണ്ട്. എന്തായാലും ആ കളിയിൽ നിന്ന് എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ 2 മത്സരം നോക്കണെങ്കിൽ അർജന്റീനക്കെതിരെ കളിച്ച 2 ടീമാണ്. ആദ്യത്തെ മത്സരം നോക്കാം അർജന്റീന വേഴ്സസ് കേബോ വെർദെ. കേപ്പോ വെർഡെ. ആ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗോൾ ഉണ്ട്. ആ ഒരു ഗോളിന് മാത്രമായിട്ടാണ് ഇതിന്റെ ഫേവറേറ്റ് മത്സരം. വൺ ഓഫ് ദി ആ ഒരു എന്താ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിനിഷ് ആയിരുന്നു അല്ലെ. അത് പിന്നെ അടുത്ത മത്സരം അല്ല, ആ കേബോ വെർദെയുടെ മത്സരം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേബോ വെർദെ എന്ന് പറഞ്ഞൊരു ടീം വന്നിട്ട് അർജന്റീനയെ പോലെ ടീമിന് എന്താണ് അവർ ഓൾറെഡി സ്പെയിനിനെ നെട്ടിച്ചിട്ടാണ് വന്നത്. 2 ഫൈനലിസ്റ്റും 2 ഫൈനലിസ്റ്റുകളാണ് നോക്കണം. ഫൈനലിസ്റ്റുകളിൽ 90 മിനിറ്റ് വരെ ഗോളടിക്കാതെ സമനിലയിൽ പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോ എന്തായാലും അതിഗംഭീരമാണ്. ആ സമനിലയിൽ പിടിച്ചു. അവര് ഇനി അടുത്ത വേൾഡ് കപ്പിൽ എന്തായാലും ആ ഒരു ഗോൾ കീപ്പറിന്റെ മികവിൽ അവര് ഗോൾ കീപ്പറിന്റെ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ആ ഒരു ടീം എന്തായാലും വേൾഡ് കപ്പിൽ ഉണ്ടാവും. അവരുടെ പോരാട്ടം വരും വലിയ കാര്യമാണ്. പിന്നെ അടുത്ത മാച്ച് എന്താണ്? പിന്നെ അവസാന മാച്ച് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു. അത് അൽവാരസിന്റെ ഒരു ഗോള് കാരണം. ഞാൻ ഇതൊക്കെ സെലക്ട് ചെയ്തത് ആ ഗോള് കാരണമാണ് കേട്ടോ. മെയിൻലി ഈ ഗോളുകൾ നോക്കുമ്പോ ആ ഗോളൊക്കെ എങ്ങനെ വളച്ചെടുത്ത് ആ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാരും കൈകാലം പിടിച്ച് ഇരിക്കുന്ന നേരത്താണ് അൽവാരസ് ആ ഗോള് കറക്കിട്ടത്. അതെന്തായാലും അത് ഒരു കമ്പാക്ക് ആയിരുന്നു. അർജന്റീനയുടെ ഈ വേൾഡ് കപ്പിൽ 2 കമ്പാക്കുകൾ നടത്തി. പക്ഷെ ഫൈനലിൽ അവർ നിർഭാഗ്യവശാൽ അവരുടെ ഭയങ്കര മോശമായിട്ടുള്ള കളിയിൽ അവർ പരാജയപ്പെട്ടു. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി എന്ന് പറഞ്ഞാൽ മെക്സിക്കോ വിസസ് ഇംഗ്ലണ്ട്. ഒരു കിടു കാച്ചി കളിയായിരുന്നു. അത് മിക്കവരും മിസ് ചെയ്ത കളി എന്ന് പറഞ്ഞാൽ പുലർച്ചെ 4 മണിക്കോ അങ്ങനെ ഉണ്ടായിരുന്ന കളി. ഞാൻ അവിചാരിതമായിട്ട് ഇരുന്നതാണ് കളി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കളി തുടങ്ങി ആദ്യം തന്നെ ഇംഗ്ലണ്ട് 2 ഗോൾ അടിക്കുന്നു, തിരിച്ച് മെക്സിക്കോ 1 ഗോൾ അടിക്കുന്നു, വീണ്ടും ഇംഗ്ലണ്ട് 1 ഗോൾ അടിക്കുന്നു, 3-1 ലീഡ് വരുന്നു. ആ സമയത്ത് ഇംഗ്ലണ്ടിന് ഒരു റെഡ് കാർഡ് കിട്ടും 54 മിനിറ്റ്. അതിനുശേഷം മെക്സിക്കോ വീണ്ടും ഗോൾ അടിക്കുന്നു. അങ്ങനെ 3-4-2 കളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 54 മിനിറ്റ് റെക്കോർഡും കൊണ്ട് ഇവര് ആ 90 മിനിറ്റും പ്ലസ് എക്സ്ട്രാ 10 മിനിറ്റും ഇംഗ്ലണ്ട് മെക്സിക്കോ എന്ന് പറയുന്ന ടീമിന് ആ മെക്സിക്കോ സിറ്റി എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ, ആ മെക്സിക്കോ സിറ്റിയുടെ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത സമുദ്രത്തിൽ നിന്ന് എത്രയോ ഹൈറ്റിലാണുള്ളത്. അത് പോരാഞ്ഞിട്ട് അവിടെ കളിച്ച 2-2 മത്സരത്തിലെ മെക്സിക്കോ പരാജയപ്പെട്ടുള്ളൂ. അവിടെ പോയിട്ട് ആ ഒരു മത്സരം വിജയിക്കാൻ വേണ്ടി ഇംഗ്ലണ്ട് കാണിച്ച ആ പോരാട്ടം വരുന്നുണ്ടല്ലോ. എന്താ പറയുക, മെക്സിക്കോ ഇങ്ങനെ ഇരച്ച് കയറായിരുന്നു. ആ ഒരു കളിയുടെ പകുതിയെങ്കിലും അർജന്റീനയ്ക്കെതിരെ എടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഫൈനലിലോ അല്ലെങ്കിൽ ഫൈനലിൽ വേൾഡ് കപ്പോ ഇംഗ്ലണ്ട് നോക്കിയിട്ടുണ്ടാവും. അത്ര നല്ലൊരു ടീം ഉണ്ടായിരുന്നു, അത്ര നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ട് ആ ഒരു എന്താ പറയാ സെക്കൻഡ് ഹാഫിൽ ആ ഒരു 2 ഗോള് അടിച്ചു എന്നുള്ളതിൽ ബാക്കിലോട്ട് പോയത് കൊണ്ടാണ് അവര് പണി വാങ്ങിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഇനി കോൺട്രവേഴ്സിയിലേക്ക് കടക്കാം. ആദ്യത്തെ കോൺട്രവേഴ്സി നോക്കുകയാണെങ്കിൽ ആ റെഡ് കാർഡ് കോൺട്രവേഴ്സി ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉള്ളതാണ്. കുറെ പേര് ഇത് ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികൾ, കുറെ പേര് റൂൾ അറിയാതെ ഉണ്ടാക്കുന്ന കുറെ പേര് എ കൊണ്ട് ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികൾ, ഓഫ് സൈഡും കാര്യങ്ങളൊക്കെ ഒരു പ്ലെയറെ കുറച്ച് മാറ്റിയിടാൻ പറഞ്ഞ് മാറ്റിയിട്ടുള്ളൂ AI. അതുപോലെ അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ റെഡ് കാർഡ് ട്രംപിന്റെ മാറ്റം USA-ക്ക് വേണ്ടിയിട്ട് ആ ഫൗളൊക്കെ റെഡ് കാർഡാണ്. റെഡ് കാർഡ് കൊടുക്കുകയും ചെയ്തു റെഫറി. പിന്നീട് ട്രംപ് വിളിച്ച് നൈസിൽ വെച്ചു, എടാ ഫിഫയുടെ പ്രസിഡന്റ് ഇൻഫാന്റിനോ ആ റെഡ് കാർഡ് ഒന്ന് മാറ്റുമോ? അത് ഫിഫയുടെ പ്രസിഡന്റ് പറഞ്ഞ വാക്കെന്താ പറഞ്ഞാല് അപ്പീൽ ചെയ്തിട്ടുള്ളൂ. അപ്പീൽ ചെയ്ത് ഞാൻ അപ്പീൽ ചെയ്താന്ന് പറഞ്ഞപ്പോ ട്രംപ് പറഞ്ഞ മറുപടി ഞാനത് ചോദിച്ചാണ്, അത് റെഡ് കാർഡ് എന്താണെന്ന് ചോദിച്ചാണ്. അപ്പൊ അവരത് റിമൂവ് ചെയ്തു തന്നു. പക്ഷെ ഇത് പറയുമ്പോഴും ഇതിനു മുമ്പ് വേറൊരു കോൺട്രവേഴ്സിയും കൂടി ഉണ്ട്. അത് കുറെ പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ വേൾഡ് കപ്പിൽ 2 മത്സരങ്ങൾ കളിക്കാൻ യോഗ്യതയില്ല. എന്താ പറഞ്ഞാൽ ഈ യോഗ്യത റൗണ്ടിൽ ഒരു ഫൗൾ ചെയ്തതിന് അറ്റംപ്റ്റിന് ആൾക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ 2 കളി റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 കളി കളിക്കാൻ പറ്റുന്നത്. പക്ഷെ അത് ഫിഫ അത് കുറെ പേർക്ക് അറിയാത്ത കാര്യമുണ്ട്. അപ്പൊ ഫിഫ അതിൽ ഒരു അന്വേഷണം ആരംഭിച്ചു. അതിൽ ഒരു നടപടി എടുക്കാന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന് ശേഷം അയാൾക്ക് 1 വർഷം ടൈം കൊടുത്തിട്ടുണ്ട്. 1 വർഷത്തിൽ 1 മാച്ച് ആൾക്ക് ബാൻ ആയിരിക്കും. അതിനുശേഷം ആ ഒരു വർഷത്തെ ഇയാളുടെ പ്രവൃത്തികളൊക്കെ നോക്കിയിട്ട് അടുത്ത ഒരു മാച്ച്, അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ 2026 വേൾഡ് കപ്പ് എന്തായാലും അമേരിക്കയിൽ വെച്ച് നടന്നു. അതിഗംഭീരമായിട്ടൊക്കെ അവര് ഇനോഗ്രേഷൻ മുതലൊക്കെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും, അതിനുശേഷം ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വാറാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വാർ, ഞാനൊരു 2-3 വീഡിയോ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വാർ തുടങ്ങിയ ശേഷം ഈ റഫറിമാര്
അത്രമാത്രം ഈ ഗ്രൗണ്ടിൽ അങ്ങോട്ട് വിസിബിലിറ്റി അവര് ഒരു റണ്ണിങ്ങും കാര്യങ്ങളും അതേപോലെ ഈ ബോൾ അടുത്ത് പോയിട്ട് വാർ തുടങ്ങിയ ശേഷം അവർ അത്രമാത്രം ശ്രദ്ധിക്കുന്നില്ല. എന്താ പറയുക, വാർ ഉണ്ട്, നമുക്കിപ്പോ ഒരു ഫൗൾ ഇത് അല്ലെങ്കിലും ഫൗൾ ആണെങ്കിലും തെറ്റി വിളിച്ചാൽ അവിടെ നിന്നുള്ള ഇതുണ്ടല്ലോ, റിവ്യൂ ഉണ്ടാവും. അത് അങ്ങനെ ഒരു ഇതിലേക്ക് റഫറിമാർ വാർ എന്താ വിചാരിക്കുന്ന വെച്ചാൽ, വാർ വിചാരിക്കേണ്ട റെഫറി അല്ലേ, റെഫറിക്ക് അതല്ല പണി, അവര് അത് നോക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ നോക്കുകയാണെങ്കിലോ. അത് ഇപ്പൊ മാത്രമല്ല, ഇത് നമ്മളിപ്പോ ചാമ്പ്യൻസ് ലീഗ് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ലാ ലീഗില് എല്ലാ മത്സരങ്ങളിലും ഇപ്പോ ഈ വാർ വന്ന ശേഷം, വാർ ഇടപെടാൻ തുടങ്ങിയ ശേഷം ഒരുപാട്, പക്ഷെ ഇതൊക്കെ ഇടപെടാൻ തുടങ്ങിയ ശേഷമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് ഇത് വരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആംഗിൾ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഓഫ് സൈഡിന്റെ ആംഗിൾ, അങ്ങനെ കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു എന്താ പറയുക, മനുഷ്യന്മാരെ നിയന്ത്രിക്കുന്ന ഒരു കളിയാണ്. അതായത് പല മനുഷ്യർക്കും പല വേൾഡ് കപ്പ് ഫൈനലിലായിക്കോട്ടെ സെമിഫൈനലിൽ എല്ലാ മത്സരങ്ങളിലും ഒരു മത്സരത്തിൽ പോലും അബദ്ധങ്ങളില്ലാത്ത മത്സരങ്ങളില്ല ഈ വേൾഡ് കപ്പിൽ. അതേപോലെ തന്നെ അതിൽ ഇത്രമാത്രം സോഷ്യൽ മീഡിയ എത്രമാത്രം അതിൽ ഇടപെടുന്നതുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാവരും അറിയുന്നത്. ഇതിന് മുമ്പൊന്നും ഇത്രമാത്രം 2022 അതിന് മുമ്പൊന്നും ഇത്രമാത്രം ഇല്ല ഒരു വേൾഡ് കപ്പിൽ ഇത്രയും ആൾക്കാർ ഇടപെടുന്ന ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കോൺട്രവേഴ്സി കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ബോളിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ബോൾ അത് കൊടുത്ത് റോഡ്രിക്കായാലും അത് കൊടുക്കാൻ യോഗ്യത ഉള്ള ഒരാള് ലയണൽ മെസ്സിയാണ്. കാരണം എന്താ വെച്ചാൽ ലയണൽ മെസ്സിന്റെ ഗോളില് 2ാം സ്ഥാനത്താണ്, ലയണൽ മെസ്സി അസിസ്റ്റില് 2ാം സ്ഥാനത്താണ്, പിന്നെ 8 ഗോളും 4 അസിസ്റ്റും. ഷോട്ട്സ് ഓൺ ടാർഗറ്റില് മെസ്സി 2ാം സ്ഥാനത്താണ്, പിന്നെ ഡ്രിബിളിംഗ് കംപ്ലീറ്റഡില് മെസ്സി 2ാം സ്ഥാനത്താണ്, സക്സസ്ഫുൾ ഡ്രിബിളിംഗില് മെസ്സി ആദ്യ സ്ഥാനത്താണ്, പിന്നെ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് അതും മെസ്സി ആദ്യത്താണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഗോൾഡൻ ബോൾ കൊടുക്കുന്നത് മെസ്സിക്കാണ്. അത് കുറെ പേര് പറയുന്നുണ്ട്, ഇപ്പൊ കുറെ ലെജൻസ് പറയുന്നുണ്ട് അത് മെസ്സിക്ക് അർഹതപ്പെട്ടതാണ്, എന്തുകൊണ്ടാണ് ഓടിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ആള് കളിച്ചു, ഫൈനലിൽ വരെത്തി, ഫൈനലിൽ കുറച്ചെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അർജന്റീനയെ എന്തെങ്കിലും രൂപത്തിൽ തിരിച്ചു കൊണ്ടുവന്നാണെങ്കിൽ ചിലപ്പോൾ ഇത് മെസ്സിക്ക് കിട്ടേണ്ട ഗോൾഡൻ ബൂട്ടാണ്. പക്ഷെ ഫൈനലിൽ സത്യം പറഞ്ഞാൽ നിശബ്ദമായിട്ടാണ് മെസ്സി ഉണ്ടായിരുന്ന ആ ഗ്രൗണ്ടിൽ. ആൾക്കൊണ്ട് ഒരു ബോൾ ക്രിയേഷനോ ഒരു ചാൻസ് ക്രിയേഷനോ ഒരു ബോൾ നല്ല രീതിക്ക് അവരുടെ പോസ്റ്റിൽ എത്തിക്കാനോ ഒരു ഷൂട്ട് ഔട്ട് ടാർജറ്റോ അല്ലെങ്കിൽ അർജന്റീന തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവസാനത്തെ 5 മിനിറ്റ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റോഡ്രി എന്ന് പറയുന്ന ചങ്ങായി ഒരു ഗോളും ഒരു അസിസ്റ്റും ഇല്ലാണ്ടാണ് ഈ ഗോൾഡൻ ബോൾ നേടിയിട്ടുള്ളത്, ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുള്ളത്, ഗോൾഡൻ ബോൾ നേടിയിട്ടുള്ളത്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ആള് ഈ ഒരു സ്പെയിൻ ഇതുവരെ ആ ഒരു ഗോളോ വഴങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവർ അടിച്ച ഗോളുകളും വഴങ്ങിയ ഗോളുകളും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് എന്തുകൊണ്ടാണ് ഈ ചങ്ങായി നേടിയെന്ന് പറഞ്ഞാൽ ആള് അവിടെ ഒരു വൻമതിൽ പോലെ നിന്ന് ഡിഫൻസിനും സപ്പോർട്ട് ചെയ്തിരുന്ന അറ്റാക്കിങ്ങിന് ഒരു കളിയെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലെയർ ഇല്ലാത്ത കുറെ ടീമുകളുണ്ട്. അത് ഇന്നലെ അർജന്റീന ഭാഗത്ത് അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിപൊളി മാച്ച് കാണാൻ പറ്റുന്നു. അങ്ങനെ ഒരു പ്ലെയർ അർജന്റീനയ്ക്ക് ഇല്ലാതായി പോയി എന്നുള്ള കാര്യമാണ്. അപ്പൊ റോഡ്രിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ റോഡ്രി ഇപ്പോൾ സിറ്റിയിലാണെങ്കിലും സിറ്റിയിൽ ഇപ്പോൾ അവസാന സീസൺ മുമ്പത്തെ സീസണിൽ കുറച്ച് മോശമായിരുന്നു, പരിക്കും കാര്യങ്ങളൊക്കെ ACL ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ട് നല്ലൊരു പരിക്ക് കിട്ടിയിട്ട് ആള് കളിയിൽ തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യം ഫോം ഒന്നുമല്ല. പക്ഷെ അവസാന സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ അവസാന കളികളിൽ ഏകദേശം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കുന്ന വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് മാൻ ഓഫ് ദി മാച്ച് കാര്യങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു ചങ്ങായി. അതുകൊണ്ട് ഡിസേർവ് ആണ് ചോദിച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ 50-50 എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഫൈനലിൽ വിജയിക്കുന്നു അല്ല, ഒരു മത്സരം വെച്ച് ഏത് പ്ലെയറിനെയും വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ ആ ടൂർണമെന്റ് മൊത്തം നോക്കണം. അങ്ങനെയാണെങ്കിൽ എമി മാർട്ടിനസ് അല്ലേ ഗോൾഡൻ ഗ്ലൗ കൊണ്ട് അത് ഗോൾഡൻ ഗോൾ എമി മാർട്ടിനസിന് മാത്രം കാര്യപ്പെട്ട കാര്യമില്ല. എമി മാർട്ടിനസ് അല്ല, ഈ ഉനിയൻ സിമോണിനെക്കാളും സേവുകൾ ചെയ്ത ഒരുപാട് കീപ്പേഴ്സ് ഉണ്ട്. പ്രാവശ്യം മെക്സിക്കോന്റെ കീപ്പർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ കീപ്പർ, പരഗന്റെ കീപ്പർ, അതേപോലെ തന്നെ നമ്മുടെ കേബോ വെർദയുടെ കീപ്പർ, അവർക്ക് കുറച്ച് മത്സരങ്ങളെ കളിച്ചു. പക്ഷെ അവരിൽ തന്നെ സേവുകളുടെ എണ്ണം ഉനിയൻ സിമോണിനെക്കാളും മുകളിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ മത്സരത്തിൽ എമി മാർട്ടിനസ് റെക്കോർഡ് അടിച്ചിരിക്കുകയാണ്, 11 സേവ് ചെയ്തത്. ഈ ഉനായ് സിമോൺ നോക്കുകയാണെങ്കിൽ 10 സേവ് ചെയ്ത് ഹോൾ ടൂർണമെന്റിൽ. ഗോൾഡൻ ഗ്ലൗ എമി മാർട്ടിനസ് കൊടുത്തൂടെ? അങ്ങനെയൊന്നും ചെയ്യില്ല. അതിപ്പോ എന്താ പറയുക, ഫിഫയുടെ ഓരോ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് അനുസരിച്ചുള്ള ഇതൊക്കെയാണ് വരും. അപ്പോ ഈ ഒരു മത്സരത്തിൽ വേറെ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ മെസ്സിക്ക് ഇവിടെ അത് കൊടുത്താലും ചിലപ്പോൾ ആരും ഒരു ഇത് പറയില്ല. എന്താ പറഞ്ഞാൽ ആള് ഈ ഒരു വേൾഡ് കപ്പിൽ അർജന്റീനയെ പോലെ ഒരു നോർമൽ ആയിട്ടൊരു ബിലോ ആവറേജ് ടീമിനെയും കൊണ്ടുവന്നിട്ട് അവര് ഫൈനലിൽ എത്താന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അത് എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ അടുത്തതായി നോക്കണമെങ്കിൽ ഈ ടൂർണമെന്റിൽ കറുത്ത കുതിരകൾ എന്റെ അഭിപ്രായത്തിൽ അല്ല, ഒറ്റ ടീമാണ് കേപ്പോ വെർദെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവര് കഴിഞ്ഞ പ്രാവശ്യം കറുത്ത കുതിരകളെ സെമിഫൈനലിൽ എത്തിയ മൊറോക്കോ ഉണ്ടായിരുന്നു. മൊറോക്കോ ഒരു നല്ല ഇതന്നെ വെച്ച്. പിന്നെ പരോഗന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഏത് രീതിക്കാണ് വന്നതെന്ന് പറഞ്ഞാൽ അവരുടേതായ ലാറ്റിൻ അമേരിക്കൻ ഫൗളുകളും അതേപോലെ തന്നെ ലോ ബ്ലോക്കുകളും അതേപോലെ തന്നെ ഡിഫൻസീവായിട്ട് കളിച്ചു. അങ്ങനെ ജർമ്മനിയെ പുറത്താക്കി. അതേപോലെ ഫ്രാൻസിനെതിരെ നല്ലൊരു കളി കളിച്ചു. ആ മത്സരത്തിനെങ്ങാനും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രാൻസ് പുറത്തായെന്ന് വരാൻ പറ്റും. അപ്പോ പരോഗയുടെ കളിയും വലിയ ഇതുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു, ഒരുപാട് ഫൗളുകൾ. പക്ഷെ ഫുട്ബോളിൽ ഇതൊക്കെ സർവ്വസാധാരണ ഫൗളും കാര്യങ്ങളൊക്കെ
വരുന്നത്. ഇപ്പൊ അവസാനത്തെ മത്സരത്തിൽ അർജന്റീനയുടെ ഫൗളുകൾ പറയുന്നുണ്ട്. അർജന്റീന 24 ഫൗൾ ചെയ്തപ്പോൾ 21 ഫൗളുകൾ സ്പെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം. ഇപ്പൊ കുറെ വീഡിയോയിലും കാര്യങ്ങളിൽ ഒരു ഭാഗത്ത് മാത്രം കാണിക്കുന്നുള്ളൂ, പക്ഷെ മറ്റുള്ള വീഡിയോസ് ഒക്കെ ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ റഫറിയുടെ തീരുമാനങ്ങൾ, എന്നിട്ടും അർജന്റീനയ്ക്ക് 5 കാർഡ് കിട്ടിയപ്പോൾ സ്പെയിനിന് ഒരു കാർഡ് പോലും ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ഓരോ കളികളിലും ഇത് കണ്ടില്ലേ. ഇപ്പൊ ഫിഫ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കേണ്ടത് ഇപ്പൊ എന്തായി, അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് തുടങ്ങുന്ന മുമ്പ് അർജന്റീനയ്ക്ക് കപ്പ് കൊടുക്കുന്നു പറഞ്ഞ ടീമുകളാ, പക്ഷെ ഇപ്പൊ സ്പെയിനാണ് കപ്പ് കിട്ടിയത്. ഇപ്പൊ എന്താ പറയുന്നത്? അതെ. അപ്പൊ അടുത്ത ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്റെ ഒരു ഇതിൽ നോക്കണില് ഈ ഇതില് വേൾഡ് കപ്പില് ബെസ്റ്റ് കറുത്ത കുതിരകളായിട്ട് നോക്കല് ആ. സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡ് ആരും പ്രതീക്ഷിക്കാതെ സൈലന്റ് ആയിട്ടൊരു സൈലന്റ് ആയിട്ട് വന്ന് ഒരു വഴി കൂടെ അതെ, സൈലന്റ് ആയിട്ട് വന്നിട്ട് അവര് ഏകദേശം ആ ഒരു ഇതിലില്ലേ അർജന്റീനയായിട്ടുള്ള ഒരു മത്സരം ചിലപ്പോൾ ഞാനൊക്കെ കൈവിട്ട് പോകുന്നു വിചാരിച്ചൊരു മത്സരമാണ്. പക്ഷെ അവര് yes. നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെച്ചു. പക്ഷെ ആ ഒരു റെഡ് കാർഡിൽ അവരുടെ പ്ലെയർ കാണിച്ച ഒരു മണ്ടത്തരം തന്നെ പറയാൻ പറ്റും. ഇത്രയും വലിയൊരു മണ്ടത്തരം. പാരഡൈസ് ഫൗള് ആ കാലില് കറക്കി ഇടുന്നു, ബോളില് എയറിൽ പാരഡൈസ് വന്ന് വീണു, യെല്ലോ കാർഡ് ആദ്യം കിട്ടുന്നു. അതെ, അത് അതിന് കഴിഞ്ഞിട്ട് ശേഷം വീണ്ടും നോക്കല് വീണ്ടും പോയി ആ പാരഡൈസിന് യെല്ലോ കാർഡ് മേടിച്ചു കൊടുക്കുന്ന പോയിട്ട് വന്നിട്ട് ഫൗള് ഡൈവ് ചെയ്തു. അതെ, റിവെഞ്ച് എടുക്കാൻ വേണ്ടി നോക്കിയാണ് അത് റെഡ് കാർഡ് ആയിട്ട് അവർ പുറത്ത് പോകേണ്ടി വന്നു. അങ്ങനെ ഒരു സ്വിറ്റ്സർലാൻഡ് തന്നെ ആരും പ്രതീക്ഷിക്കാതെ ഒരു സെമി ഫൈനലിൽ ആ ഒരു ലെവലിലേക്ക് എത്തിയ ഒരു ടീമാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? അടുത്തതായിട്ട് ഈ വേൾഡ് കപ്പ് നമ്മള് ടൈമിംഗ് ഡ്യൂറേഷൻ ഒക്കെ ആ, കാര്യം അതൊക്കെ അതും സത്യം പറഞ്ഞാൽ അതും പ്രശ്നമായി. ഒരാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന്റെ ഇതൊക്കെ അങ്ങോട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. എന്താ പറയുക, രാത്രി ഉറക്കവും കാര്യങ്ങളും അതിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. നല്ല രീതിക്ക് കുറെ പേർക്ക് കളി ആസ്വദിക്കാൻ പറ്റുന്ന ചില ആൾക്കാർക്ക് ഇപ്പൊ മെന്റൽ ഇഷ്യൂസും അങ്ങനത്തെ തീർച്ചയായിട്ടും ഇത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതില് വീഡിയോ എടുക്കണം, ഇത് എഡിറ്റ് ചെയ്യണം, ഇത് പോസ്റ്റ് ചെയ്യണം, ഇതിൽ കോൺട്രവേഴ്സി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റുകൾ വരും, ചില സൗഹൃദങ്ങൾ വരെ ഇതോടുകൂടി അങ്ങനെ മുറിയും. എന്താ പറഞ്ഞാല് ഈ നമ്മൾ ഗ്രൂപ്പുകളിൽ സംസാരിക്കും, അത് സംസാരം അതിരുവിടും, പിന്നെ അത് വേറെ ലെവലിലേക്ക് പോകും. അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോ അങ്ങനെ ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പയാണ്. വേൾഡ് കപ്പിൽ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിയുടെ പെർഫോമൻസ് വേറെ ലെവൽ തന്നെയാണ്. ഈ ചങ്ങായി ഇനി ഒരു 2 വേൾഡ് കപ്പ് കൂടി കഴിച്ചാൽ ചിലപ്പോ ഇനി ആരും തകർക്കാൻ പറ്റാത്ത റെക്കോർഡുകൾ ഉണ്ടാവും. അപ്പൊ ക്ലോസ് അടിച്ചപ്പോ നമ്മൾ പറഞ്ഞ ഇതേപോലെ ആരും തകർക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇപ്പൊ 2-3 പ്ലേയേഴ്സ് ആയിട്ട് തകർത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ അഭിപ്രായത്തിൽ 2030-34 വേൾഡ് കപ്പ് എന്തായാലും എംബാപ്പെ കളിക്കും. ചിലപ്പോൾ അതിലും ഒരു വേൾഡ് കപ്പ് കൂടി കളിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ഗോൾ വെച്ച് 2 വേൾഡ് കപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതേ ഫോമിൽ പോവുകയാണെങ്കിൽ ചങ്ങായി വേൾഡ് കപ്പിന്റെ വേറെ ലെവലാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവസാനത്തെ 2 ഗോളുകൾ അടിച്ച് അല്ലെങ്കിൽ മെസ്സിക്കുള്ള ആ ഗോൾഡൻ ബോളും തട്ടിയെടുത്തിട്ടാണ് ആള് പോയത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് 19-കാരനായ സ്പെയിനിന്റെ കുബാസി എന്ന് പറയുന്നത്. ഒരൊറ്റ ആൾക്കും എതിരഭിപ്രായമില്ലാതെ യങ് പ്ലെയർ ആയിക്കോട്ടെ. ചിലപ്പോൾ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ റോഡിനേക്കാളും റിസർവ് ചെയ്യുന്നത് ആ ഒരു ഗോൾഡൻ ബോളിന് റിസർവ് ചെയ്യുന്നത് ഈ ചങ്ങായിയാണ് കുബാസിയോട് ഞാൻ വേറെ ഒരു കാര്യങ്ങളും പറയുന്നില്ല, എത്ര ക്ലീൻ ഷീറ്റും ഒന്നും പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയാം, ഫൈനലില് അവസാനം സിമിയോണി ഒരു ക്രോസ് കൊടുക്കുന്നുണ്ട് സെനസിക്ക്. ആ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പറിനെ മറികടന്ന് ആ ബോൾ പോകുമ്പോൾ ഈ ചങ്ങായിയുടെ ഒരു ക്ലിയറൻസ് ഉണ്ട്. അത് സെൽഫ് ഗോൾ ആവാനുള്ള ചാൻസ് ആണ്. വേറെ ഏത് ഡിഫൻഡർ ഡിഫെൻഡ് ചെയ്താലും അത് സെൽഫ് ഗോൾ ആവേണ്ട ചാൻസ്. ആ ഒരു സാധനമാണ് ശരിക്കും 2022 എമി മാർട്ടിനസ് അവസാനത്തെ സേവ് ചെയ്യുന്ന പോലെ സ്പെയിനെ സേവ് ചെയ്തൊരു നിമിഷമായിരുന്നു. അങ്ങനെ കുബാർസി എന്ന് പറയുന്ന 19-കാരൻ ബാഴ്സലോണയ്ക്ക് അഭിമാനിക്കാം. എന്താ പറഞ്ഞാൽ അമ്മാതിരി ചെക്കൻ ഈ 19 വയസ്സിൽ, അതും എമ്മാതിരി മെന്റാലിറ്റി. ആ ഒരു പോർച്ചുഗലിനെതിരെ അടിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ആ ഷോട്ടിൽ റീബൗണ്ട് വരുന്നതാണ് സ്പെയിന് ഗോളാക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടല്ലോ, ആ അത്രയും പക്വതയോടെ കളിക്കാൻ പറ്റുന്നത്. പിന്നെ യമാലിന് ഇപ്രാവശ്യം അവാർഡുകളൊന്നും ഇല്ലെങ്കിലും ആള് 19-ാം വയസ്സിൽ വേൾഡ് കപ്പ് തൂക്കി, 17-ാം വയസ്സിൽ യൂറോ കപ്പ് അടിച്ചാണ്, 15-ാം വയസ്സിൽ. പിന്നെ ഒരു കാര്യം, ഇപ്രാവശ്യത്തെ ബാലൻഡോർ ഡിസേർവിംഗ് ആയിട്ടുള്ള നിങ്ങളെ കഴിച്ചിട്ട് ഒരു പ്ലെയർ ബാലൻഡോർ ഡിസേർവർ ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ കണ്ണും ചെവി പറയാൻ പറ്റും, ലെമിൻ യമാൽ തന്നെ. പക്ഷെ അത് ആളുടെ ഇതൊക്കെ നോക്കണം. എന്റെ ഒരു കാഴ്ച നോക്കണെങ്കിൽ ഫാബിയൻ റൂയിസ് എന്ന് പറഞ്ഞാൽ അതന്നെ ഇത്. കാരണം എന്താ വെച്ചാൽ യൂസിയിൽ അടിച്ച ആള് ആ ഫ്രഞ്ചിന്റെ 2 കപ്പ് അടിച്ച് ഇപ്പൊ വേൾഡ് കപ്പ് അടിച്ച്. പക്ഷെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇതില് കുറെ ഗോളും അസിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ ഇല്ലാതെ വരുമ്പോ ഇപ്പൊ ലെമിൻ യമാലിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് ലാലീഗ് ഉണ്ട്, അവിടുത്തെ സൂപ്പർ കപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോ വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്, ലാലിഗ പ്ലെയർ ഓഫ് ദി സീസൺ. അതെ. പിന്നെ ലാലീഗിലും വേൾഡ് കപ്പിൽ വലിയ ഇതൊന്നുമില്ല, ഒരു ഗോളും ഒരു അസിസ്റ്റ് അങ്ങനെ ഉള്ളൂ യമാലിന്റെ പേരിൽ. പക്ഷെ ആൾക്ക് ലാലീഗിലും ചാമ്പ്യൻസ് ലീഗിലൊക്കെ ആയിട്ട് ഒരുപാട് ഗോളും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ ഫൈനലിസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിനെ ആധാരമാക്കിയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്റെ ഒരു അഭിപ്രായത്തിൽ റോഡ്രിനെ മറികടന്ന് യമാൽ തന്നെയാണ് വരാൻ ചാൻസ് എന്നുള്ളതാണ്. അപ്പോ ഫുട്ബോളിനെ ഒരു മത്സരമായിട്ടും അതിനെ ആസ്വദിക്കുകയും അതിന്റെ പരകോടിയിലെത്തിയിട്ട് നമ്മൾ അതിനെ എന്താ പറയാ, അതിന്റെ ഇമോഷനുകളും കാര്യങ്ങളിലൊക്കെ നമ്മൾ ആഹ്ലാദിക്കുകയും ചെയ്യുക. അല്ലാതെ സൗഹൃദങ്ങളെ വിട്ടുപിരിയാതെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇനിയും ഒരു അടുത്ത വേൾഡ് കപ്പിനെ കാത്തിരിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.